വയർ ഇസ് ബെൻഡ്. ഒരു വയർ ഒരു പാരാബോളിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ പാരാബോള ഇങ്ങനെ വരക്കാം നമുക്ക്. ഓക്കെ, എനിവേസ് എന്താണ് അതിൻ്റെ വൈസുകളിലേക്ക് എക്സ് സ്ക്വയർ. അപ്പോൾ ഒരു ബീഡ് വെച്ചിട്ടുണ്ട് എം. ഓക്കെ, അത് ആദ്യം ഇനീഷ്യലി ഈ പൊസിഷനായിരുന്നു റെസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് പാരാബോള എ ആക്സലേഷൻ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ബീഡ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാകും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പം ഇവിടെ നിന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷൻ ഇത് അവർ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് വൈ ആക്സിലെ ഡിസ്റ്റൻസ് ചോദിക്കുന്നത്. സോ ദാറ്റ് ദ ബീഡ് ക്യാൻ സ്റ്റേ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വയർ. വിത്ത് റെസ്പെക്ട് ടു വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഓൾറെഡി ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്. വയർ ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിലാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ സൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഇസ് വയറിനെ സംബന്ധിച്ച് റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ, കാരണം വെച്ചാൽ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് ഈ ബീഡ് റെസ്റ്റിലല്ല ഉള്ളത്. പക്ഷേ വയറിനെ സംബന്ധിച്ച് റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ ആക്ച്വലി എന്താണ് സൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഇങ്ങോട്ടേക്ക് എം എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബീഡ് ഓഫ് മാസ് എം ആണല്ലോ. പിന്നെ എന്താ ഉള്ളത്, ഫോഴ്സസ്. നമുക്ക് ഇന്ന് തീറ്റ എന്ന് വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ആംഗിൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ടാൻജൻ എർത്തിനെ തീറ്റ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതും സ്വാഭാവികമായിട്ടും തീറ്റയാണ്. സോ ഞാൻ എന്താ പറയുക, ഇങ്ങോട്ടേക്കുള്ളത് ദാറ്റ് ഈസ് എം കോസ് തീറ്റ ഉണ്ട്. താഴോട്ടേക്ക് എന്തുണ്ട്, എം സൈൻ തീറ്റ ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഐ കുഡ് സേ ദാറ്റ് എം കോസ് തീറ്റ എന്ത് ഫോഴ്സാണ്, സൂഡോ ഫോഴ്സ്. ഫ്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. സോ എം ക്യാൻസൽ ആയിട്ടുണ്ട്. സോ ഇവിടെ ഒരു എയും കൂടി ഉണ്ടല്ലേ. സോ ഐ കുഡ് സേ ദാറ്റ് എ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ടാൻ തീറ്റയുടെ വാല്യൂ വി നോ ദാറ്റ് ഇറ്റ്സ് സ്ലോപ്പ്. ദാറ്റ് മീൻസ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. സോ ഇതിനെ പിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ദാറ്റ് ഈസ് 2kx എന്നാണ് ടാൻ തീറ്റയുടെ വാല്യൂ. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ജി 2 ഇൻറ്റു കെ ഇൻറ്റു എക്സ് ആണ്. സോ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിവൈഡ് ബൈ 2gk ആണ്. അതാണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ ഇട്ട് വൈയുടെ വാല്യൂ ഇട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കെ കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ കെ കൊണ്ട് മൾട്ടിപ്ലൈ കെ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് എ ബൈ 2g എന്നുള്ളതാണ് ഉത്തരം. കെ സ്ക്വയറിൻ്റെ ശരിയാണ്, ഇവിടെ കെ ഉണ്ടായിരുന്നു, കെ സ്ക്വയർ ഒരു കറക്റ്റ് എ ബൈ 2gk അതാണ് ഉത്തരം. അടുത്തത് ബ്ലോക്ക് ഓഫ് മാസ് ബി. എന്താണ് ഇവിടെ ഉണ്ട്, റെസ്റ്റിലാണെന്ന് പറയുന്നത്. 100 kg റെസ്റ്റ് ഓൺ എ റഫ് സർഫേസ്. ഓക്കെ, കോഫിഷ്യൻ എ റോപ്പ് ഈസ് ടൈഡ് ടു എ ബ്ലോക്ക് ഓഫ് maximum acceleration which the boy A can climb on without making the block move. ബ്ലോക്ക് മൂവ് ചെയ്യാൻ കാരണമുള്ള ആൾക്കാർ എന്തൊക്കെയാണ്? അപ്പം മാക്സിമം ആക്സലേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പം ഒന്ന് ബ്ലോക്കിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ടെൻഷൻ ഈ ടെൻഷൻ ഒന്ന്. അപ്പോൾ ടി എന്തുണ്ട്, ടി കോസ് 37 ദാറ്റ് ഈസ് ടി 4/5 ഉണ്ട്. ഇങ്ങോട്ടേക്ക് എന്തുണ്ട്, മാക്സിമം ആക്സലേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മാക്സിമം ഫോഴ്സ് ആയിരിക്കും ടെൻഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. മാക്സിമം ഫോഴ്സ് ഓഫ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ദാറ്റ് ഈസ് കോഎഫിഷ്യൻ എന്താണ്, എന്ത് ഫ്രിക്ഷനാണ്, ദാറ്റ് ഈസ് നോർമൽ ഫ്രിക്ഷൻ അല്ല, സാധാ ഫ്രിക്ഷൻ അല്ല, ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഉള്ളത് എന്താണ്, ഒന്ന് ടി സൈൻ 35 ദാറ്റ് ഈസ് ടി 3/5 ഉണ്ട്. പ്ലസ് എന്തുണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. സോ നോർമൽ റിയാക്ഷൻ ആയിട്ടാണ് നോർമൽ പ്ലസ് 3t/5 ഈസ് ഈക്വൽ ടു എം ജി ദാറ്റ് ഈസ് 100g എന്ന് പറയാൻ പറ്റും. സോ നോർമൽ റിയാക്ഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 100g മൈനസ് 3t/5 എന്ന് പറയാൻ പറ്റും. നോർമൽ റിയാക്ഷൻ കിട്ടി. സോ മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 3t/4. അങ്ങനെ നമുക്ക് എന്ത് എടുത്താൻ പറ്റും, ടെൻഷൻ്റെ വാല്യൂ എടുത്താൻ പറ്റും. ആ ടെൻഷൻ്റെ വാല്യൂ ഇയാളുടെ എഫ് ബി ഡിയിൽ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ടെൻഷൻ മൈനസ് അയാളുടെ ആക്സലേഷൻ ദാറ്റ് ഈസ് എം ജി അപ്പോൺ അയാളുടെ മാസ്, അതായിരിക്കും അയാളുടെ മാക്സിമം ആക്സലേഷൻ. സോ ദാറ്റ് ദിസ് ബോഡി ഡസ് നോട്ട് മൂവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്, വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇത് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് ബെൻഡ് ഇൻ സച്ച് എ വേ. നേരത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അടുത്ത ഇഫ് സ്ട്രിങ് ആൻഡ് ഓൾ പുള്ളീസ് ഐഡിയൽ ആക്സലേഷൻ ഓഫ് മാസ് എം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആക്സലേഷൻ ഓഫ് മാസ് നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ ഇയാൾ ടി എന്ന് വിളിക്കുകയാണ്. ടി 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 ഇവിടെ ടി വരും. ഫൈൻ, അത് ടി തന്നെ ഇവിടെയും ടി വരും. ബിക്കോസ് ഒരു പുള്ളിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള രണ്ട് ഫോഴ്സ് സെയിം ആണ്. എന്തുകൊണ്ട് രണ്ട് ഫോഴ്സ് സെയിം ആണെന്ന് പറയുന്നത് കാരണം ഈ പുള്ളിൻ്റെ മുകളിൽ റൊട്ടേഷൻ ഇല്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ട് പുള്ളിയും സെയിം. അപ്പോൾ ഇവിടെയും ടി, അത് ഇവിടെ 2t. ഓക്കെ, ഇനി ഇവിടെ ടി ആണെങ്കിൽ ടി 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 ഇവിടെയും ടി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ടി ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു 2tയുടെ പൊസിഷനിലേക്കാണ് വരുന്നത്. 2t എന്ന് പറഞ്ഞാൽ ടിയുടെ പൊസിഷനിലല്ല. ഇവിടെ 2t ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ടി 2t വരുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി ടി ഇയാളുടെ പ്രകാരം ടി. സോ 2tയുടെ പൊസിഷനിൽ ടി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 2t മൈനസ് ടി ഇസ് ഈക്വൽ 0. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ 0. സോ ടി 0 ആണെങ്കിൽ ഇവിടെ ടി 0. പി എം എന്ന് പറഞ്ഞ ബോഡി എങ്ങനെ പോകുന്നത്, ഇവിടെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അയാൾ ജി എന്ന് പറഞ്ഞ ആക്സലേഷൻ മാത്രമേ പോകുന്നുള്ളൂ, ഫ്രീ ഫോൾ എന്ന രീതിയിലാണ് പോകുന്നത്. ഇതാണ്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. നമ്മളല്ലാണ്ട് 0 പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഫിഗർ ഷോസ് റിംഗ് ഓഫ് മാസ് എം ഉണ്ട്. എന്താണ് ബ്ലോക്ക് ഓഫ് മാസ് എം ആണ്. ഇക്വലിബ്രിയം സ്ട്രിങ് ഇസ് ഇൻ ലൈറ്റ്. ഓക്കെ,
ഇത് ചോദ്യം എന്താണ്? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫർഡ് ബൈ മോൾ. ഇയാൾ റെസ്റ്റിലാണോ ഉള്ളത്? ഇക്വിലിബ്രിയം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ആളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് ഫ്രിക്ഷൻ, കാരണം ഇയാൾ താഴോട്ടേക്ക് പോകുന്നുണ്ട്. ബസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അയാളെ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അയാളുടെ താഴെയുള്ള എം ജി അത് തന്നെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡൺ. ഡയറക്റ്റഡ് അപ്വേർഡ്സ്, കാരണം താഴോട്ടേക്ക് അയാൾ പോകാൻ ശ്രമിക്കുന്നു. സോ മുകളിലോട്ടേക്ക് ആയിരിക്കും അയാളുടെ ഫ്രിക്ഷൻ. ഓക്കെ, കറക്റ്റാണ്. ഇനി ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 ബ്ലോക്സ് ഓഫ് മാസസ് 2 കിലോഗ്രാം ഉണ്ട്, എന്താണ് 5 കിലോഗ്രാം 3 കിലോഗ്രാം ഉണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്താൽ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദർ ആക്സലേഷൻ. ഇവർ രണ്ടാളും ഒരേ സ്ട്രിങ്ങിലായതുകൊണ്ട് ഇവർക്ക് രണ്ടാക്കും ഒരേ ആക്സലേഷൻ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മൾ ടെൻഷൻ്റെ കൺസ്ട്രെയിൻറ്റ് റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. ഫൈൻ. ഇനി ഇതെങ്ങനെ കണ്ടെത്താൻ? ഒന്ന് താഴോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് കൊണ്ടുപോകുന്ന ഫോഴ്സസ്, ദാറ്റ് ഈസ് 3G. വെറും G പറയാൻ പറ്റില്ല, ഇതൊരു ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. സോ 3G/2 സൈൻ തീറ്റ. ഓക്കെ, മൈനസ് എന്താണ് നിർത്തി വെക്കുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് 2G/2 ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദാറ്റ് ഈസ് മാസ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ആക്സലറേഷൻ. സോ 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് G/2 അല്ലേ. G/2 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ, ദാറ്റ് ഈസ് G/10 എന്ന് കിട്ടും. ഡൺ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിസ്റ്റം ഈസ് പുഷ്ഡ് ബൈ എ ഫോഴ്സ് എഫ്. ഓൾ സർഫസസ് ആർ സ്മൂത്ത് ആണ് എക്സെപ്റ്റ് ബിയും സിയും തമ്മിൽ ഫോഴ്സ്, ഈ ഒരു സർഫസ് അവിടെ മാത്രം ഫ്രിക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ബാക്കി എല്ലായിടത്തും ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഫൈൻ. മിനിമം വാല്യൂ ഓഫ് എഫ് ടു പ്രിവെൻറ്റ് ബ്ലോക്ക് ഫ്രം ഡൗൺവേർഡ്സിലേക്ക് പോകുന്നതിന് നിർത്തി വെക്കാനുള്ള മിനിമം വാല്യൂ ഓഫ് എഫ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ശരി, നല്ല കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഫ്രിക്ഷൻ കിട്ടണം. ഇവിടെയുള്ള ഫ്രിക്ഷൻ ആയിരിക്കും മുകളിലോട്ടേക്കുള്ള ഫ്രിക്ഷൻ. അതായിരിക്കും ആ മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ ഓഫ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. അതിനേക്കാളും കൂടുതൽ ഫോഴ്സ് അതിനേക്കാളും കുറവ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അപ്പാടെ വീണു ഈ ബിയും സിയും അങ്ങോട്ട് താഴോട്ടേക്ക് പോകും. അപ്പോൾ അവിടെയുള്ള നോർമൽ റിയാക്ഷൻ കിട്ടണം. അവിടെ നോർമൽ റിയാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ആക്സലേഷൻ കണ്ടെത്തണം അല്ലേ. നോർമൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതൊരു സിസ്റ്റമായിട്ട് എടുക്കാം. ടോട്ടൽ മാസ് എത്രയാണ്? 2m, m, 3m, 5m. ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇത്. സോ അയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഇത് എത്ര? ഫ്രിക്ഷൻ എത്ര? അല്ല, ആക്സലേഷൻ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടൽ മാസ് അപ്പോൺ 5m ഇസ് ഈക്വൽ ടു അയാളുടെ കോമൺ ആക്സലേഷൻ. ഇവരെല്ലാവരും ഒരു കോമൺ ആക്സലേഷനെ പോകാൻ, ബിക്കോസ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആണ്. കറക്റ്റാണ്. ഓക്കെ, ഇതും ശരിയായി. ഇനി എന്താ ചെയ്യേണ്ടത്? ആക്സലേഷൻ കിട്ടി. ഇനി നമുക്കെന്ത് നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദിസ് ഗൈസ് നമുക്ക് നോക്കണം. ദാറ്റ് ഈസ് നമുക്ക് സിയുടെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് നോക്കാം. ഒന്ന് സിയുടെ, ഒന്ന് ഇയാളുടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. വേറെ എന്തെങ്കിലും ഫോഴ്സ് ഇയാളുടെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത്? ഹൊറിസോണ്ടൽ കേട്ടോ. ഹൊറിസോണ്ടൽ ആക്സലേഷൻ ഇപ്പോൾ കണ്ടെത്തിയത്, അല്ലാണ്ട് വെർട്ടിക്കൽ ആക്സലേഷൻ അല്ല. അപ്പോൾ ഹൊറിസോണ്ടൽ ആകെ ഈ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ നോർമൽ, വി കൺ സേ ദാറ്റ് നോർമൽ ഇസ് ഈക്വൽ ടു ദിസ് ആക്സലേഷൻ, ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ 5m. കറക്റ്റാണോ? കറക്റ്റാണ്. ഇനി എന്താ വേണ്ടത്? ദാറ്റ് മീൻസ് നോർമലായിട്ട് ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ 5m. അത് മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ഇയാൾക്ക് താഴോട്ടേക്ക് പോകാൻ ടെൻഡൻസി. ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ്റെ വാല്യൂ മുകളിലോട്ടേക്കാണ്. താഴോട്ടേക്ക് എന്താണുള്ളത്? mg ആണുള്ളത്. ആരുടെ മാസ്? ബിയുടെ മാസ്. സോ എന്താണ് കിട്ടാൻ? ഇവിടെ ഒരു കാര്യം പ്രശ്നം വെച്ചാൽ നോർമൽ ഇസ് ഈക്വൽ ടു പറയാൻ പറ്റും ഫോഴ്സ് ഇതല്ലേ, ഇത് ആക്സലേഷൻ ഇൻറ്റു മാസ് എത്ര? 2m ആണ്. ഇത് കണ്ടിട്ടായി 2f/m ആണ്. നോർമലി ഒരു 2f/m എന്നുള്ള കാര്യം ഓർമ്മിക്കാം, മറന്നുപോയി. നോട് എത്രയായിരുന്നു? അല്ല, 2f/5 ആണ്. 2f/5. സോ നോർമലിൻ്റെ വാല്യൂ 2f/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു 2f/5 ഇസ് ഈക്വൽ ടു m ഇൻറ്റു g. റൈറ്റ്? അല്ല, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് 5 ഡിവൈഡ് ബൈ 2 മ്യൂ ഇൻറ്റു mg. കറക്റ്റാണ്. ബി ആണ് ഉത്തരം. ഇനി 15 kilogram block is resting on a rough inclined plane as shown in the figure. The block is tied with a horizontal string ആയിട്ട് ടൈഡ് ചെയ്തിട്ടുണ്ട്. 50 Newton ആണ് ടെൻഷൻ്റെ വാല്യൂ. കാൽക്കുലേറ്റ് മിനിമം കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ. മിനിമം കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ വെച്ച് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. കാരണം മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് അതായിരിക്കും. ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. എഫ് ബി ഡി നമുക്ക് വരക്കാം. ടെൻഷൻ എങ്ങോട്ടേക്കുള്ളത്? ഇങ്ങോട്ടേക്കാണ് ടെൻഷൻ ഉള്ളത്. ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനിലേക്ക് ടെൻഷൻ ഉള്ളതെന്ന് പറയാം. ഓക്കെ, ആംഗിൾ എത്ര? 45 ഡിഗ്രി. ദാറ്റ് മീൻസ് ഒന്ന് ഇങ്ങോട്ടേക്കുണ്ട്, T/√2 ഉണ്ട്. ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്, T/√2 ഉണ്ട്. ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇവിടെ ഒരു mg cos തീറ്റയും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് mg/√2 തന്നെ പറയാം. mg/√2 മാസ് തന്നിട്ടുണ്ടോ? മാസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെന്താ പറയാൻ? ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ബോഡിക്ക് ഇനി എങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസിറ്റി ഉള്ളത്? ഒന്ന് താഴോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസിറ്റി ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടേക്ക് ഉണ്ടാവാൻ? ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. സോ ഫ്രിക്ഷൻ്റെ വാല്യൂ അതാണ് മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. താഴോട്ടേക്ക് mg sin തീറ്റ ഉണ്ട്. റൈറ്റ്? സോ ഫ്രിക്ഷൻ
mg by root 2 that is equal to t by root 2 ടെൻഷൻ വാല്യൂ 50 ആണ്. സോ 50 by root 2 പ്ലസ് മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നോർമൽ മ്യൂയുടെ വാല്യൂ അറിഞ്ഞൂടെ, അതാണ് എത്താൻ പറയുന്നത്. ടി ബൈ റൂട്ട് 2, സോ 15 ബൈ റൂട്ട് ടീൻ്റെ വാല്യൂ എത്രയായിരുന്നു? 50 ആണ്. സോ 50 ബൈ റൂട്ട് 2 പ്ലസ് എം ജി ദാറ്റ് ഇസ് 150 റൈറ്റ്. 150 ബൈ റൂട്ട് 2. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിനി സ്പ്രിംഗ് കട്ടിങ്ങിലേക്കോ. സ്പ്രിംഗ് കട്ടിങ്ങിലെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുകളിലത്തെ താഴത്തെ സ്പ്രിംഗ് കട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ടെൻഷൻ കട്ട് ചെയ്യുന്ന അപ്പോൾ ടെൻഷൻ ഫോഴ്സ് അങ്ങനെ ഇല്ലാണ്ടാവും. സ്പ്രിംഗ് കട്ട് ചെയ്താൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സ്പ്രിംഗ് എന്ന് പറയുന്നത് ലേസി ഫോഴ്സ് ആണ്. പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് പെട്ടെന്ന് അതിൻ്റെ വാല്യൂ തീരണം എന്നില്ല. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ മുകളിലത്തെ സ്പ്രിംഗ് അഥവാ കട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, ശരി, മുകളിലത്തെ സ്പ്രിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ സ്പ്രിങ്ങിൻ്റെ വാല്യൂ മാറും. ആദ്യം മുകളിലത്തെ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എത്ര, അതായത് 10, 20, 300 എന്ന് പറയാനായിട്ട് താഴെ സ്പ്രിങ്ങിൻ്റെ 200 എന്ന് പറയാൻ പറ്റും. ഓക്കെ, മുകളിലത്തെ സ്പ്രിംഗ് കട്ട് ചെയ്താൽ താഴത്തെ സ്പ്രിങ്ങിൻ്റെ വാല്യൂ മാറുന്നില്ല. സോ മുകളിലത്തെ സ്പ്രിംഗ് കട്ട് ചെയ്യാൻ താഴത്തെ മുകളിൽ എന്തുണ്ട്, എപ്പോഴുള്ള 200 ഫോഴ്സ് ഉണ്ട്. പ്ലസ് അയാളുടെ എം ജി ദാറ്റ് ഈസ് 100 ഉണ്ട്. മുകളിലോട്ടേക്ക് ഒന്നുമില്ല, 0 ആണ്. ദാറ്റ് മീൻസ് താഴോട്ടേക്കുള്ള ആക്സലറേഷൻ ദാറ്റ് ഈസ് 300/10 എന്ന് പറയാൻ പറ്റും. 3 എന്ന് പറയാൻ പറ്റും ആക്സലറേഷൻ. സോ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. സോ അത് എപ്പോഴാണ് 0 പ്ലസ് സെക്കൻഡ്, ദാറ്റ് മീൻസ് 0-നേക്കാളും ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് കൂടുന്ന ആ ടൈമിൽ മാത്രം. കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സസും ഈ പറഞ്ഞ സ്പ്രിങ്ങിൻ്റെ വാല്യൂം അത് മാറും, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ മാറും. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിന് മാത്രം നമുക്ക് പറയാൻ പറ്റും നേരത്തെയുള്ള അതേ ഫോഴ്സ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അതാണ് സ്പ്രിംഗ് കട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റുക. If t is equal to 0, lower spring is cut. Find the acceleration of each block just after cutting off spring. സോ ഞാൻ മുകളിലത്തെ കട്ട ലോവർ സ്പ്രിങ് കട്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ആകെ താഴെയുള്ള സ്പ്രിങ് മാത്രമേ ഉള്ളൂ, ഒന്ന് ഈ സ്പ്രിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏത്, താഴത്തെ സ്പ്രിങ് കട്ടായി. അപ്പം താഴത്തെ സ്പ്രിങ് കട്ടായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായി, അയാൾക്ക് ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ 20 കിലോഗ്രാം എങ്ങനെ ജിയിലേക്കാണ് പോകാൻ, 20 കിലോഗ്രാം ആളുടെ ഇതെന്ന് പറഞ്ഞാൽ ജിയിലേക്കാണ്, അയാൾ ജിയിൽ പോകും. ഇനി 10 കിലോഗ്രാം ബ്ലോക്കിൻ്റെ മുകളിൽ ഒന്ന് അയാളുടെ ഉണ്ട്, 100 ഉണ്ട്. പിന്നെ എന്താണത്, സ്പ്രിംഗ് ഒന്നുമില്ല, മുകളിൽ നിന്നുണ്ട് നേരത്തെ സ്പ്രിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് 300 ഉണ്ട്. ആദ്യം എല്ലാത്തിനും സ്പ്രിംഗ് ഫോഴ്സ് കണ്ടെത്താം. ദാറ്റ് മീൻസ് 200/10 ദാറ്റ് ഈസ് 2 ആക്സലേഷൻ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. സോറി, 20 ആക്സലേഷൻ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ മെത്തേഡ്. ഓരോ ക്വസ്റ്റ്യനും ഇതേ ഐഡിയ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഇനീഷ്യൽ സ്പ്രിംഗ് ഫോഴ്സ് എന്നിട്ട് ഓരോ സ്പ്രിംഗ് കട്ടാക്കുന്ന സമയത്ത് ആ സ്പ്രിംഗ് കട്ടാക്കുന്ന ആ സ്പ്രിങ്ങിൻ്റെ മുകളിലുള്ള വാല്യൂ, സ്പ്രിങ്ങിൻ്റെ കട്ടാക്കിയ സ്പ്രിങ്ങിൻ്റെ മുകളിലുള്ള സ്പ്രിംഗ് ഫോഴ്സും പിന്നെ ബാക്കിയുള്ള സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് അതേ ഫോഴ്സ് തന്നെ കുറച്ച് നേരത്തേക്ക് ആ ഒരു 0 സെക്കൻഡിലേക്ക് വരെ ഉണ്ടാവും. സോ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ആകെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത്, ഒരു ടെൻഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഏറ്റവും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി അപ്പർ സ്ട്രിങ് ഈസ് കട്ട് അറ്റ് t is equal to 0, ഫൈൻഡ് ദി ആക്സലേഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക് ജസ്റ്റ് ആഫ്റ്റർ 0+ സെക്കൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0+ സെക്കൻഡ്. അപ്പോൾ ഇത് സ്പ്രിങ് കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സൊക്കെ പോയി, ശരി. പക്ഷേ ടെൻഷന് വ്യത്യാസം ഉണ്ടാവും ഡെഫിനറ്റ്. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിനെ പോലെ ലേസി ഫോഴ്സ് അല്ല. സോ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇയാളുടെ എം ജി ഉണ്ട്, അപ്പോൾ ഇയാളുടെ എം ജി ഉണ്ട്. അപ്പം നമുക്ക് പറയാം ടി മൈനസ് എം ജി. വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവർ രണ്ടാളും ഒരേ ആക്സലേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇവർ രണ്ടാളും ഒരു സ്ട്രിങ്ങിനാണുള്ളത്. സോ എം എ എന്ന് പറയാൻ പറ്റും. ടി മൈനസ് അല്ല, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ടി പ്ലസ് ആണ്. പിന്നെ എന്താണ്, ഇയാളുടെ മുകളിൽ എന്താണ്, ഒന്ന് ടി ഉണ്ട് മുകളിൽ, സെയിം ടി തന്നെ, ഒന്ന് ടി, പിന്നെ എം ജി പ്ലസ് സ്പ്രിംഗ് ഫോഴ്സ്. നേരത്തെ സ്പ്രിംഗ് ഫോഴ്സ് എത്രയായിരുന്നു, എം ജി ആണ്. സോ എം ജി, ഞാൻ ഇയാളുടെ മുകളിലുള്ള ഇനി ബിയുടെ മുകളിലുള്ള ദാറ്റ് ഈസ് 2mg. 2mg മൈനസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആഡ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ അങ്ങോട്ട് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 3mg ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് കിട്ടും. മാസ് ക്യാൻസലായി. സോ ആക്സലേഷൻ്റെ വാല്യൂ 3g എന്ന് കിട്ടുന്നുണ്ട്. ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, 3mg ആഡ് ചെയ്യുന്ന 2. സോ 3g/2 ആണ് കിട്ടുക ആക്സലേഷൻ്റെ വാല്യൂ. ഓക്കെ, അത് കിട്ടി. എനിവേസ് അത് കഴിഞ്ഞു. ഇയാളുടെ മുകളിലുള്ള ആക്സലേഷൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇനീഷ്യലി എം ജി ഉണ്ട്, കട്ട് ചെയ്തപ്പോഴും ഇപ്പോഴും എം ജി ഉണ്ട്. സോ എം ജി 0. അയാളുടെ ആക്സലേഷൻ ആ ഒരു 0th സെക്കൻഡിൽ 0 ആണെന്ന് പറയാൻ പറ്റും. ഇനി എന്താണ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ആക്സലേഷനാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഒരു സിസ്റ്റായിട്ട് എടുത്തിട്ട് താഴോട്ടേക്കുള്ള ഫോഴ്സ് മാത്രം നമുക്ക് മുകളിലോട്ടേക്കുള്ള ഫോഴ്സ് പോയി, ബിക്കോസ് ആ സ്പ്രിങ് കട്ടായി പോയി. താഴോട്ടേക്കുള്ളത് ഇത്രയായിരുന്നു, എം ജി ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എം ജി മൈനസ് അവർ രണ്ടാളെയും മാസ് എത്രയാണ്, ദാറ്റ് ഈസ് എം 2m. താഴോട്ടേക്ക് അവർ രണ്ടാളുടെയും മാസ് ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഒന്ന് 2m. സോ 3mg/2m എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 3g/2. നേരത്തെ കിട്ടിയ സിസ്റ്റമായിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 2 ബ്ലോക്ക് പ്രോബ്ലമാണ്. 2 ബ്ലോക്ക് പ്രോബ്ലത്തിൽ ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് എഫ് സോ ദാറ്റ് ബോത്ത് ബ്ലോക്സ് മൂവ് ടുഗെദർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം രണ്ടുപേരുടെയും
ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നോക്കണം. ഒന്ന് ഇയാൾ ഇങ്ങോട്ടേക്ക് ഇയാളപ്പൻ തന്നെ കൊണ്ടുപോകുന്ന മുകളിലത്തെ ആളിന് താഴത്തെ ആളപ്പൻ തന്നെ കൊണ്ടുപോകുന്ന ഫോഴ്സ് ചെയ്താണ് സ്വാഭാവികമായിട്ടും ഫ്രിക്ഷനാണ്. സോ ഫ്രിക്ഷൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇയാൾ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇതേ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷന് മറ്റേ താഴത്തെ ബോഡിയിൽ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് പറയുന്നത്. ഇത് ഈ ഫോഴ്സ് ഇനി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഫോഴ്സ് എത്ര വേണേൽ കൂട്ടിയിട്ട് താഴത്തെ ആളുടെ ആക്സലേഷൻ കൂട്ടാൻ പറ്റും. ശരി, പക്ഷേ മുകളിലത്തെ ആക്സലേഷൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ വരെ പോകത്തുള്ളൂ. ഈ ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ ആക്സലേഷൻ മാത്രമേ പോകത്തുള്ളൂ. സോ ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? ഇത് മ്യൂ ആണ്. സോ 0.4 ഇൻറ്റു നോർമൽ റിയാക്ഷൻ ദാറ്റ് ഈസ് 50. സോ 200. സോ 20 ആണ് മാക്സിമം ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് കിട്ടുന്നുണ്ട്. ഇനി മാക്സിമം താഴത്താളുടെ ആക്സലേഷൻ താഴത്താളുടെ ആക്സലേഷൻ എത്ര വേണേൽ പോകാം. പക്ഷേ മുകളിലത്തെ ആക്സലേഷൻ ലിമിറ്റഡ് ആണ്. കാരണം അയാളെ കൊണ്ടുവന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ ഫ്രിക്ഷനേ ഉള്ളൂ. ഫ്രിക്ഷന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ ആക്സലേഷൻ ലിമിറ്റഡ് ആണ്. സോ ഇവർ രണ്ടാളും ഒരുമിച്ച് പോകണമെങ്കിൽ മുകളിലത്തെ ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും താഴത്താളുടെ മാക്സിമം ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഫോഴ്സ് സോ ദാറ്റ് ബോത്ത് മൂവ്സ് ടുഗെദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലത്തെ ആളുടെ ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം. സോ മുകളിലത്തെ ആളുടെ ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് മാക്സ് എത്രയാണ് ഇപ്പം കണ്ടെത്തിയുള്ളൂ? 20 ഡിവൈഡ് ബൈ അയാളുടെ മാസ് ദാറ്റ് ഈസ് 5 ദാറ്റ് ഈസ് ഇക്വൽ ടു 4. സോ മാക്സിമം ആക്സലേഷൻ 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവർ രണ്ടാളും മാക്സിമം ആക്സലേഷൻ 4 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഇവരൊരു ടോട്ടൽ ബ്ലോക്ക് ആയിട്ട് ഒരു സിസ്റ്റം ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 15 ഉണ്ട്, ഇങ്ങോട്ടേക്ക് 4 ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും 15 ഇൻറ്റു 4 ഇസ് ഇക്വൽ ടു ദാറ്റ് ഫോഴ്സ് ദാറ്റ് 60 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു സിസ്റ്റം ആയിട്ട് എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതാണ് മാക്സിമം ഫോഴ്സ്. 60നേക്കാളും കുറവ് ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവർ രണ്ടാളും ഒരുമിച്ച് പോകും. ഇനി 60നേക്കാളും കൂടുതൽ ഫോഴ്സിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഇയാളങ്ങോട്ട് പോകും. ഇയാൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഇയാളുടെ ഇഷ്ടപ്രകാരം 10 കിലോഗ്രാം ബ്ലോക്ക് അയാളുടെ ഇഷ്ടപ്രകാരം പോകും. എത്ര 60 അല്ല കൊടുത്തത്. അപ്പോൾ അയാളുടെ മുകളിൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡ് ബൈ 10 6 ആക്സലേഷൻ അങ്ങോട്ട് പോകും. 5 കിലോഗ്രാം നേരെ താഴോട്ടേക്ക് അങ്ങോട്ട് വീണു, സ്ലിപ്പായിട്ട് താഴോട്ടേക്ക് പോകും. അയാളുടെ മുകളിൽ ആക്സലേഷൻ എത്ര ആയിരിക്കും? അത് 4 കിലോഗ്രാം തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പം 45 ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാൾ സെപ്പറേറ്റ് ആണ് ഒരുമിച്ച് തന്നെ. അപ്പോൾ ഒരുമിച്ച് തന്നെ വന്നിട്ട് ഇവരൊരു സിസ്റ്റമായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 15 കിലോഗ്രാം എന്താണ് 45 ന്യൂട്ടണിൽ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്സലേഷൻ എടുത്ത് വെച്ചാൽ 45 ഡിവൈഡ് ബൈ 15 ദാറ്റ് 3 എന്ന് പറയാൻ പറ്റും. 90 ന്യൂട്ടൺ കൊടുത്ത് നമുക്കറിയാം ഇതേ കേസിൽ നമ്മൾ 60 ന്യൂട്ടൺ മാക്സിമം അവർ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഫോഴ്സ്. 90 ന്യൂട്ടൺ കൊടുത്ത് ഇവർ രണ്ടാൾ സെപ്പറേറ്റ് ആയി. ദാറ്റ് മീൻസ് സെപ്പറേറ്റ് ആക്സലേഷൻ കിട്ടണമെങ്കിൽ 90 മൈനസ് 20 ഡിവൈഡ് ബൈ 7. പിന്നെ ഇയാളുടെ 20 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 4 ആക്സലേഷൻ എന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ മെത്തേഡാണ്. താഴത്തെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എഫ് മിനിമം ബോത്ത് ടുഗെദർ നമ്മളിപ്പോൾ കണ്ടെത്തിയേ ഉള്ളൂ. ഇനി എന്താണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇനി ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. മുകളിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഒന്ന് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ട്, പിന്നെ എന്താണ് അയാളുടെ മുകളിൽ തന്നെ ഒരു ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ട്. ഇത് ക്യാപിറ്റൽ ഫോഴ്സ്, ഇത് ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ താഴത്താളിനെ മുകളിലത്തെ ആളുടെ തന്നെ കൊണ്ടുപോകുന്നത് എന്താണ്? ഒരു ഫ്രിക്ഷനാണ് എന്ന് പറയാൻ പറ്റും. കറക്റ്റ്. ഇനി താഴത്തെ ആൾക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ആക്സലറേഷൻ, താഴത്തെ ആൾ ഇവിടെ ഫ്രിക്ഷൻലെസ് സർഫസ് ആട്ടോ. താഴത്തെ ആൾ മാക്സിമം പോകാൻ പറ്റുന്ന ആക്സലറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഒന്ന് ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഇസ് മ്യൂയുടെ വാല്യൂ എത്രയാണ്? 0.6 ആണ്. സോ 0.6 ഇൻറ്റു നോർമൽ റിയാക്ഷൻ ദാറ്റ് ഈസ് 300. സോ 300ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1800. സോ 1050. സോ മാക്സിമം പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1050 ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ദാറ്റ് ഈസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആക്സലേഷനിൽ മാക്സിമം പോകാൻ പറ്റുള്ളൂ. മാക്സിമം 6 ആക്സലേഷനെ പോകാൻ പറ്റുള്ളൂ. സോ ഇവർ രണ്ടാളും മാക്സിമം കോമൺ ആയിട്ട് പോകാൻ പറ്റുന്ന ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6 ആയിരിക്കും. സോ കൊണ്ടുപോകുന്ന ഫോഴ്സ് ആകെ ഒരു എഫ് ഉള്ളൂ. സോ എഫ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് 30 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഒരു ചെറിയ ട്വിസ്റ്റ് എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0.1 വന്നു വിചാരിച്ചു, ഇവിടെ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടി വന്നു വിചാരിച്ചോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇയാളുടെ കോമൺ ആക്സലറേഷൻ ഇയാൾ ഫ്രിക്ഷൻ നല്ല കൊണ്ടുപോകും. അപ്പോൾ ഇയാളുടെ ഏറ്റവും മാക്സിമം ആക്സലറേഷൻ കണ്ടെത്താം. അതൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂവിനേക്കാളും ചെറിയ ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ രണ്ടുപേരും ഒരുമിച്ച് പോകുള്ളൂ എന്ന് പറയണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷൻ്റെ വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ കിട്ടുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ, അപ്പോൾ ഈ ഏരിയയിലുള്ള ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയായിരുന്നു? ആ ഏരിയയിൽ F1 മാക്സ് അല്ലേ, അതിൻ്റെ വാല്യൂ 120. ദാറ്റ് മീൻസ് ആ പറഞ്ഞ ഇവിടെയുള്ള 120 എന്ന് പറഞ്ഞ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇവിടെ രണ്ടുപേർക്കും ഒരുമിച്ച് താഴത്തെ ആൾ മാക്സിമം പോകാൻ പറ്റുന്ന ആക്സലേഷൻ, കാരണം അയാൾ ഫ്രിക്ഷൻ കാരണം പോകുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മൾ അത് കണ്ടെത്തും. ഫ്രിക്ഷൻ, അയാളുടെ ഫ്രിക്ഷൻ മൈനസ് ബാക്കോട്ടേക്കുള്ള ആ ഒരു ഫ്രിക്ഷൻ, അത് ഡിവൈഡ് ബൈ മാസ് ചെയ്ത് നമുക്ക് മാക്സിമം ആക്സലേഷൻ കിട്ടും. ആ മാക്സിമം ആക്സലേഷൻ്റെ ആയിരിക്കും, ആ ഒരു മാക്സിമം ആക്സലേഷനിൽ പോകുന്ന ഫോഴ്സ് ആയിരിക്കും നമ്മുടെ എന്താണ് മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ്, സോ ദാറ്റ് ബോത്ത് ദി ബ്ലോക്സ് ക്യാൻ മൂവ് ടുഗെദർ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇവിടെ ഇപ്പം
എന്താണ് ഇവർ രണ്ടിൽ റിലേറ്റീവ് മോഷൻ, ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്, ദാറ്റ് മീൻസ് ദിസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദിസ് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റും അല്ലേ. റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഇവർ രണ്ടാൾ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പം ദിസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദിസ് ഫ്രിക്ഷൻ, സോ ദിസ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ദിസ് ഫ്രിക്ഷൻ ആൻഡ് അപ്പം ദാറ്റ് മീൻസ് ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതലാണോ എങ്കിലേ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലാണ്ട് ഇവർ സ്ലിപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കേസ് മാത്രമല്ല പറയുന്നത്, ഇവർ രണ്ടാളും ഒരുമിച്ച് മൂവും കൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഫ്രിക്ഷൻ എന്നുള്ള വാല്യൂ അത് മാക്സിമം ഇയാളെക്കാളും വാല്യൂവിനേക്കാളും കൂടുതലെങ്കിലും വേണം അറ്റ്ലീസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ആ ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിൻ്റെ വാല്യൂ, കാരണം ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് റിലേറ്റീവ്ലി മൂവേ ചെയ്യുന്നില്ല. കറക്റ്റാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഈ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇപ്പോൾ കണ്ടെത്തിയല്ലോ 60. സോ ഈ പറഞ്ഞ ഫോഴ്സിൻ്റെ വാല്യൂ ഒന്ന് 60നേക്കാളും വലുതും ആവണം. പോരായിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ഇവർ കണ്ടെത്തിയ പോലെ 150 ആവാൻ പറ്റും എന്നുള്ള കാര്യം. സോ അടിയിൽ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കളിയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഓക്കെ.